എന്തായാലും ഇതിൻ്റെ ബാക്കിൽ പോട്ടെ. അങ്ങോട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് ഓടിയേ. ഈ 3 കാർഡ് ഞാൻ ഷഫിൾ ചെയ്തിട്ട് ബാഗിലോട്ട് ഇടും. വീഡിയോ കോൾ എന്നിട്ട് അതിൽ നിന്ന് ഒരു കാർഡ് എടുക്കും. ആ കാർഡ് എടുക്കുന്നതാണ് അവർ സെലക്ട് ചെയ്തതാണ്. അവരെ ഒറ്റയ്ക്ക് പോയി ജസ്റ്റ് ഒന്ന് കറങ്ങി. സത്യം പറഞ്ഞ എനിക്ക് പേടിയാവുണ്ട്. സൗണ്ട് വന്നുണ്ട്, പല പല സൗണ്ട് വന്നുണ്ട്. ഒരു സംഭവം നടന്ന് ലൈറ്റ് ഓഫായി, പോണായി. ലൈറ്റ് ഓഫായി. ഫസ്റ്റാണ് ഗോസ്റ്റ് ഹണ്ടിങ് അല്ലെങ്കിൽ ഇത് രീതിയിൽ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ കാര്യത്തിൽ പോയേക്കുന്നത്. എനിക്കറിയില്ല, നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്ലാൻ ആലോചിക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കറണ്ട്ലി ഇപ്പോൾ അവർ പോകണ്ടല്ലോ, അവർ പോയി വന്ന് കഴിയുമ്പോൾ സിംഗിളായിട്ട് വെച്ചിട്ട് ഇതിൽ ഒരാളെ സെലക്ട് ചെയ്യും. എന്നിട്ട് ആ ആൾ ഒറ്റയ്ക്ക് പോയി അവിടെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല എന്നൊക്കെ ഒന്ന് നോക്കാം. വിത്ത് എൻ്റെ മറ്റേ ഫോണിലത്തെ ആപ്പ് അതിൽ സംസാരിക്കാൻ നോക്കണം. അതിൽ ഇവിടെ അതിലും ഉണ്ടോ, എനിവൺസ് ഹിയർ, ഗോസ്റ്റ് അതിലൊക്കെ ഉണ്ടോ നോക്കാനായിട്ട്. സോ ഞാനത് ആലോചിക്കുന്നത് ഇതേ അവർ പോകണമൊക്കെ വെച്ചിട്ടാ. അതിൻ്റെ മൂലക്കോട്ടൊക്കെ പോകുന്നുണ്ട്. ഒരു സംഭവം നടന്ന് ലൈറ്റ് ഓഫായി, പോണായി. ലൈറ്റ് ഓഫായി. എനിക്ക് തോന്നുന്നത് അവരെന്നോട് ലൈറ്റ് ഓഫാക്കി ഓണൊക്കെ ചെയ്യുന്നത് തോന്നുന്നുണ്ട്. കാരണം അത് വീരനെ ഉണക്കിയിട്ട് ലൈറ്റ് ആക്കണമെന്ന് തോന്നുന്നു. ലൈറ്റ് ഓഫ് ആക്കി ഉണക്കി കളിക്കണ്ട. നോക്കട്ടെ, ഇതേ പോയി വരുന്നുണ്ടായി കൂടെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട്. എന്തായി സത്യം പറയാ, നമ്മളാ ചെല്ലാം അവിടെ എത്തിയപ്പോ കൊട്ടിയോളൂ. അപ്പൊ തന്നെ റീഡിങ് കാണിച്ചു. പിടിച്ചോ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് കൊട്ടിക്കഴിഞ്ഞാൽ ഒച്ചയ്ക്കുമ്പോ ഇതാക്കണോ? കൊട്ടിക്കഴിയുമ്പോൾ ഒച്ചയ്ക്കാന്നല്ല വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് റെഡ് എത്തും. ഇല്ല 0 ഉണ്ടായിരുന്നത് ഫുൾ ബ്ലാങ്കായി. ഓറഞ്ചും റെഡും എല്ലാം കൂടി ഒന്നിച്ചായി. ഒറ്റ സൗണ്ടും കേട്ടു. ഞാൻ വേട്ടെ, നിങ്ങളുടെ കൊട്ടിയില്ലേ, കൊട്ടിയപ്പോൾ കറക്റ്റായിട്ട് അവിടെ അറ്റത്ത് പട്ടി നിന്ന് കരയുണ്ടായിരുന്നു. പട്ടി കണ്ടായിരുന്നു നിങ്ങൾ കൊട്ടിയപ്പോൾ. അവിടെ നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ പട്ടി കരച്ചിൽ തുടങ്ങി. അവിടെ നിങ്ങളൊന്നും കൂടി പോയിട്ടോ. ഇപ്പൊ ഞങ്ങളോട് പോയിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഒന്ന് കൊട്ടി നോക്കി. ഞാൻ കൊട്ടി വെക്കേണ്ടതല്ല. ഞാൻ പറയല്ലേ, ഞങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്ത് അവിടെ ബാക്കിലൊക്കെ കറങ്ങി, ഒന്നും തോന്നിയില്ല. പക്ഷേ കണ്ട, തിരിഞ്ഞു വന്ന് ഡോറ് കൊട്ടിയപ്പോൾ, ജനലും കൊട്ടിയപ്പോൾ ആരെങ്കിലും ഉണ്ടാന്ന് ചോദിച്ചപ്പോൾ എന്തോ ഒരു റിയാക്ഷൻ ഇത് കാണിച്ചു. ഒരൊച്ച കേട്ട് അങ്ങോട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് ഓടിയേ. ഇടന്നോട് പറയാനല്ലേടാ, ചുറ്റും കറങ്ങി അവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ് ഓഫാക്കി അങ്ങനെ പോയി. ഒറ്റയ്ക്ക് പോവുക. അത് ഇതുള്ള സെലക്ട് ചെയ്തിട്ട് ആ സെലക്ട് ചെയ്യുന്ന ആൾക്ക് എൻ്റെ ഫോണിലുള്ള മറ്റേ ആപ്പ് വെച്ചിട്ട് അവിടെ പോയിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇല്ല എന്നൊക്കെ ചോദിക്കുന്നത്. എന്നാലും ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഒറ്റയ്ക്ക് ഒരാൾ പോയിട്ട് ചെയ്യും. എടാ എന്തോ കാറ്റൊക്കെ ഫീൽ ചെയ്യണം. കാറ്റടിക്കണമെങ്കിൽ പോയപ്പോഴും നല്ലൊരു കാറ്റ് വന്നിട്ടുണ്ട് അവിടെ. അതല്ലേ, അപ്പം ഞങ്ങൾ വിട്ടില്ല. ഞാൻ പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്യണ്. പക്ഷെ നോക്കാം എന്താവുള്ളൂ. ഓക്കെ, ഞങ്ങൾ ഇറങ്ങുമ്പോഴും പട്ടി അറിയണ്ട അവിടെ. അവരിവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴും വല്ല പട്ടി അറിയണ്ടായിരുന്നു. ഞങ്ങൾ പോകുമ്പോഴും പട്ടി കരയാനുണ്ട് അവിടെ. നേരത്തെ നിങ്ങൾ പോയപ്പോഴും വല്ല പട്ടി കുറച്ച് അതുകൊണ്ട് നിന്ന് അണ്ട് ഇപ്പോഴും പിന്നെയും പട്ടി ഉറക്കെ ഉണ്ട്. നോക്കട്ടെ. ഓക്കെ, ദ മോസ്റ്റ് ഹോണ്ടഡ് പ്ലേസ് ഇൻ മൂന്നാർ. ഓടുന്ന വെച്ചില്ലെങ്കിൽ ഉറച്ചേക്കുന്നുണ്ട്. പട്ടി ഓടേണ്ടത് വെച്ചാൽ റോഡാ. പക്ഷെ എനിക്ക് കേൾക്കുന്നുണ്ട്. ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ മറ്റേ ഫ്രണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കൊട്ടി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ നോക്കി പറ്റുമോ നോക്കട്ടെ എന്തായാലും. കാരണം ഇതൊന്നും കാണാൻ പറ്റുന്നുണ്ടെന്നോ എൻ്റെ അടുത്ത് ആ ഒറ്റം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതിൻ്റെ ബാക്കിൽ പോട്ടെ. ദ റിയൽ ഫക്കിങ് തിങ്, ഇവരിവിടെ പോയി ലൈറ്റ് ഓഫ് ആക്കാൻ നോക്കിയപ്പോൾ ലൈറ്റ് ഓഫായി. ഇതായത് ഇപ്പോൾ ലൈറ്റ് ഒന്ന് ഓഫായി ഓണായി. ലൈറ്റ് ഒന്ന് ഓഫായി ഓണായി. I don't know. എന്തായാലും നോക്കട്ടെ. ഇത്
അവർ പോയി ലൈറ്റ് ഓഫ് ആക്കിയ സ്ഥലമാണെങ്കിൽ ബീറും കുപ്പി എന്തോ ടക്ക് ടക്ക് വെച്ചിട്ട് നോക്കണ ക്ലിയറല്ലേനാ ഒന്ന് റെഡായി ഞാൻ നടന്നത് റെഡായത് സൗണ്ട് വന്നുണ്ട്, പല പല സൗണ്ടും വന്നുണ്ട്. ബട്ട് എന്തുകൊണ്ടാണ് എന്താണെന്ന് എനിക്ക് അറിയാം. ഒരു പട്ടി ഇപ്പോൾ ഒരു കരഞ്ഞ ഒരു സൗണ്ട് കേട്ട് നമ്മുടെ കിടന്നെടുത്ത് പട്ടി കരയുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പം ഒരു കല്ലൊക്കെ അല്ലെങ്കിൽ അടി വിട്ടുമ്പോൾ കരയണ പോലത്തെ സൗണ്ട് ഓക്കെ. ഇതിൻ്റെ അടുത്തുള്ള ഗ്യാപ്പാണ്. പക്ഷേ ഇത് ഗ്യാപ്പ് ഓൾറെഡി ബ്ലോക്കഡാണ്. ഇവിടെ എനിക്കാണ് എയർ പോലും കയറാനുള്ള ഒരു സ്പേസ് ഇവിടെ ഇല്ല. ഒരു വഴി ഉണ്ടല്ലോ, പോയി നോക്കാം വാ. ഈ മരം കൊള്ളാതെ എനിക്ക് രസമുണ്ട്. ഉണ്ട് ഒരു അടിപൊളി മരത്തിൻ്റെ താഴെ മേലെ ലക്ഷ്യരിപ്പുണ്ടോ ലക്ഷ്യമല്ലോ. സാത്താൻ്റെ കാര്യങ്ങളുണ്ട്. സാത്താനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. സാത്താൻ സേവല്ലേ നമുക്കുള്ളത് എന്നാ പറയപ്പെടുന്നത്, ഉറപ്പാന്നുള്ളത് പറയപ്പെടുന്നത്. സോ നമുക്കൊന്നും നടക്കാം. അങ്ങോട്ടേക്ക് ഇനിയും പോകാനുണ്ട്. നമുക്ക് അവരോട് നിർത്തി സ്ഥിതിക്ക് നമുക്കൊന്ന് പോയി അവരുടെ അടുത്തോട് സംസാരിച്ചിട്ട് ഒറ്റപ്പെടാനുള്ളല്ലേ നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങോട്ട് പോവാം. കാരണം അങ്ങോട്ട് പോയിക്കൊണ്ട് ഇനിയും പോയി സമയം വെറുതെ പോകുന്നേ ഉള്ളൂ. റണ്ണീഷടിക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ സ്കൂൾ ഫോർ മൈ മെമ്മറി. ഇപ്പോൾ ഒരു സൗണ്ട് കേട്ട് എനിക്ക് വളരെ അറിയാം നീ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അവിടെ സൈഡിൽ നിന്ന് ഇപ്പോൾ ഉണ്ടാവുന്നു. തീർച്ചയായിട്ടും അവിടെ നിന്ന് അവന്മാർ തന്നെയാണ്. പറയുന്നത് കുറച്ചുകൂടിയും എല്ലാ കാര്യവും കുറച്ചുകൂടിയും ഡ്രാമാറ്റിക്കലി ആൻഡ് ഷി ഡു സംതിങ് മോർ ഫോർ മൈ വീഡിയോസ്. സോ ഐ എം ഹാപ്പി. ബട്ട് എന്താണ് പ്രത്യേകിച്ചൊന്നും നമുക്കതിനെ കുറിച്ച് തോന്നിയിട്ടില്ല. റൈറ്റിടാം. ഓക്കെ, ഈ ഫ്രണ്ടിൽ പോവാം. എന്നിട്ട് ഇവിടെ ഉള്ളതാണ് നന്ദൊക്കെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ലൈറ്റ് അടിക്കേണ്ടതുണ്ടോ അവിടെ? അതടിച്ച് അതടിച്ച് പോലെ അങ്ങോട്ട് നന്ദൊക്കെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ ഒച്ച കേട്ട് എന്തോ സൗണ്ടൊക്കെ കേട്ട് ഞങ്ങൾ നടന്നു വരുന്ന സമയം കൊണ്ട് അവരിവിടെ ഓടിത്താനുള്ള ചാൻസ് ഉണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെയാണ് മുമ്പ് 666 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് മൂന്നാറിൻ്റെ ഒക്കെ പേര് വന്നത് ഇവിടെ എന്താണ് ആൾക്കാർ പറയപ്പെടുന്നതും അറിയുന്നതും ഉള്ള കാര്യങ്ങളൊക്കെ. നമ്മളയാളെ ചൂസ് ചെയ്തിട്ട് അവരോട് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വിടാം. ഓക്കെ, സോ ഐ വാണ്ട് ടു കീപ് ദിസ് ഫോർ മൈ മെമ്മറി. Heather Lodge. I'm sure, bro. I want this.